നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13 ബുധനാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഒടുവിൽ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പോസ്റ്റ് ഇലക്ഷൻ റാലി അവസാനിച്ചിരിക്കുന്നു. യുഎസിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം ഇന്നലെ ഇടിഞ്ഞു. കൂടുതൽ ഇടിവുണ്ടാക്കിയത് സ്മോൾ ക്യാപ് റസൽ 2000 ആയിരുന്നു. 1.8% ഇടിഞ്ഞത്. ട്രംപുമായി ബന്ധപ്പെട്ട ധാരാളം ഓഹരികൾ നേട്ടമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇലക്ഷന് ശേഷം 40% ടെസ്ല ഉയർന്നിരുന്നു. എന്നാൽ ഇന്നലെ ടെസ്ല 6% ഇടിഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ ഇൻഫ്ലേഷൻ കൂട്ടുമോ എന്ന ആശങ്കയാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. ഇതോടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ 65 മുതൽ 70 പോയിന്റ്സ് ഗ്യാപ് ഡൗണിന് സാധ്യതയുണ്ട് എന്നാണ്. ഇനി ഇന്നത്തെ വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്, ഒക്ടോബറിൽ പണപ്പെരുപ്പം 14 മാസത്തെ ഉയർന്ന നിലയിലെത്തി. ഇത് ഡിസംബറിലെ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ഇല്ലാതെയാക്കി. ഇതിനോടൊപ്പം ഇന്നലെ പുറത്തു വന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ അത് പോസിറ്റീവായിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും റേറ്റ് കട്ട് വൈകും എന്നത് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. എന്തായാലും ഇത് എന്ത് റിയാക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അസറ്റ് ക്ലാസുകളിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ തന്നെയാണ് ഫോക്കസിലുള്ളത്. ഇന്നലെ $90,000 ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം ചെറിയ ഒരു ഇടിവും ബിറ്റ് കോയിനിലുണ്ടായി. ഗോൾഡ് ഇപ്പോൾ 2 മാസത്തെ താഴ്ന്ന നിലയിലാണുള്ളത്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, ഒക്ടോബറിൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഡിസംബറിലെ നിരക്ക് കുറയ്ക്കലിന്റെ പ്രതീക്ഷകളും ഇതോടെ ഇല്ലാതെയായി. പണപ്പെരുപ്പത്തിലെ ഈ വർധനവ് നോക്കുകയാണെങ്കിൽ തക്കാളി, ഭക്ഷ്യ എണ്ണകൾ തുടങ്ങിയ പ്രധാന ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം മൂലം 14 മാസത്തെ ഉയർന്ന നിരക്കായ സെപ്റ്റംബറിലെ 5.49% നിന്ന് ഒക്ടോബറിൽ റീറ്റെയിൽ പണപ്പെരുപ്പം CPI ഇൻഫ്ലേഷൻ 6.2% ഉയർന്നു. ഭക്ഷ്യവും ഇന്ധനവും ഒഴികെയുള്ള കോർ CPI ഇൻഫ്ലേഷൻ 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 3.7% ഉയർന്നിരിക്കുന്നത്. കൂടാതെ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ CPI പണപ്പെരുപ്പം കൂടുതലാണ്. പണപ്പെരുപ്പത്തിന്റെ വലിയ സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ എക്കോണമിയിൽ ഉള്ളത് എന്ന് തന്നെയാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ടതായി നമ്മൾ അറിയേണ്ടത്, ഇൻഫ്ലേഷൻ ഡാറ്റ വളരെയേറെ ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്നായിരിക്കും ഒരു റേറ്റ് കട്ട് ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ്. പ്രതീക്ഷിച്ചതിലും ഉയർന്ന പണപ്പെരുപ്പം ആയതുകൊണ്ട് തന്നെ ഡിസംബറിലെ RBIയുടെ നിരക്ക് കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇതോടെ ഇല്ലാതെയായിട്ടുണ്ട്. ഒരുപക്ഷെ ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ റേറ്റ് കട്ടിലേക്ക് പോവുക എന്നുള്ള സൂചനകളാണ് നമുക്ക് റിപ്പോർട്ട് തരുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്ന ഈ വാർത്ത വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ നെഗറ്റീവായിരുന്നെങ്കിലും ഇന്നലെ പുറത്തു വന്ന മറ്റൊരു ഡാറ്റ വളരെ പോസിറ്റീവായിട്ടും കാണാൻ കഴിയും. ശക്തമായ ഉൽപാദന വളർച്ചയോടെ സെപ്റ്റംബറിൽ വ്യാവസായിക ഉൽപാദനം കുതിച്ചുയർന്നു. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ സെപ്റ്റംബറിൽ 3.1% ഉയർന്നു. ഓഗസ്റ്റിൽ അത് -0.1% അതായത് മാനുഫാക്ചറിംഗിലും മൈനിങ്ങിലും ഇലക്ട്രിസിറ്റിയിലും വർധനവുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധർ വരും മാസങ്ങളിലും കൂടുതൽ വ്യാവസായിക പ്രവർത്തന വളർച്ച പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വാർത്തയുള്ളത്, ലാപ്ടോപ്പ് നിർമ്മാതാക്കൾ ഇറക്കുമതി 5% കുറയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടേക്കും. ഇറക്കുമതി കുറയ്ക്കാനുള്ള നിർദ്ദേശം ഇപ്രകാരമാണ്. അടുത്ത വർഷം മുതൽ ഇറക്കുമതി 5% കുറയ്ക്കാൻ സർക്കാർ ലാപ്ടോപ്പ് IT ഹാർഡ്വെയർ കമ്പനികളോട് ആവശ്യപ്പെട്ടേക്കാം. ലാപ്ടോപ്പുകൾക്കും IT ഹാർഡ്വെയറിനുമായുള്ള നിലവിലെ ഇറക്കുമതി മാനേജ്മെന്റ് സിസ്റ്റം ഡിസംബർ 31 അവസാനിക്കും. പ്രാദേശികമായി നിർമ്മിക്കുകയോ കയറ്റുമതി ചെയ്യുകയോ ചെയ്യാത്ത കമ്പനികൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാകും. ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ ഡിക്സോൺ ടെക്നോളജീസ്, റാഡിംഗ്ടൺ ഇന്ത്യ, ടാറ്റ LXC, ടാറ്റ ഇലക്ട്രോണിക്സ്, HCL ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി മാർക്കറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. മാർക്കറ്റ് ഇത്ര അധികം ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പറയാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ Q2 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം, നെറ്റ് പ്രോഫിറ്റിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്, BSE. നെറ്റ് പ്രോഫിറ്റിൽ 188% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 346.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും 137.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നൈക്ക എന്ന കമ്പനിയാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 66.3% വർധനവ് ഇയർ ഓൺ ഇയറിൽ, റവന്യൂവിൽ 24.4% വർധനവും എബിറ്റയിൽ 28.6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ബോഷ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 46.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 536 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.4% വർധനവ് രേഖപ്പെടുത്തി 4394.3 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 14.1% വർധനവും ഉണ്ട്. അടുത്തത് അശോക ബിൽഡ്കോൺ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 334.1% വർധനവാണ്. നല്ലൊരു വർധനവ് തന്നെയാണ് കമ്പനിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 462.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.5% വർധനവ് രേഖപ്പെടുത്തി 2488.9 കോടി രൂപയാണ് ഇപ്പോൾ റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയത്. അടുത്തത് PNC ഇൻഫ്രാടെക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 43.6% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. റവന്യൂവിൽ 25.3% ഇടിവും വന്നു. അടുത്തത് സുല വൈൻയാർഡ്സിന്റെ റിസൾട്ടാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 37.3% ഇടിവും റവന്യൂവിൽ 1.1% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആർത്തി ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഗ്രാനുൾസ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന IPOകൾ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി, ACME സോളാർ ഹോൾഡിംഗ്സ് തുടങ്ങിയ കമ്പനികളാണ് ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഐഷർ മോട്ടോഴ്സ്, ആൽകെം ലബോറട്ടറീസ്, അപ്പോളോ ടയേഴ്സ്, വോഡാഫോൺ ഐഡിയ, ആസ്ട്രാസിനിക്ക ഫാർമ, ബ്രിഗേഡ് എന്റർപ്രൈസസ്, ദിലീപ് ബിൽഡ്കോൺ, ഡിഷ്മാൻ, ദീപക് നൈട്രൈറ്റ്, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, എക്സികോം ടെലി സിസ്റ്റംസ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്, HEG, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, KSB, NBCC ഇന്ത്യ, PI ഇൻഡസ്ട്രീസ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ശില്പ മെഡിക്കെയർ, SKF ഇന്ത്യ, സൺ TV നെറ്റ്വർക്ക്, തെർമാക്സ്, ടൊറൻ പവർ തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുള്ളത്, മാർക്കറ്റ് വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇടിഞ്ഞത്. ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആരും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. കൃത്യമായിട്ട് ഒരു പ്ലാൻ പ്രകാരം മാത്രം നിങ്ങൾ ഓപ്ഷൻസിൽ കൈവയ്ക്കാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ പേരുടെ പണം നഷ്ടപ്പെടുന്ന ഒരു മേഖല തന്നെയാണത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതലായി ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനായിട്ട് വളരെ കുറഞ്ഞ ഒരു ചിലവിൽ നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ വീഡിയോ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. വീക്ക് ഏർണിംഗ് സീസണിൽ വീണ്ടും നിഫ്റ്റിയും സെൻസെക്സും നിഫ്റ്റി ബാങ്കും മിഡ് ക്യാപ്പും ഇടിയുകയുണ്ടായി. FMCG സെക്ടർ 2% ഇടിഞ്ഞു. ബോഷ്, സമൃദ്ധ, മദർസൺ എന്നിവ 5% ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം ഇടിഞ്ഞു. ബെൽ, NTPC എന്നിവ 3% ഇടിഞ്ഞു. ചില സ്റ്റോക്കുകൾ ഇന്നലെ പിടിച്ചു നിന്നു. അതിൽ ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, രാംകോ സിമെന്റ് എന്നിവയാണുള്ളത്. 5 മുതൽ 6% വരെ സ്റ്റോക്കുകൾ ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 23,833 257 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ഇപ്പോൾ വളരെ ക്രൂഷ്യൽ സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. 23,850 മുതൽ 24,000 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. വലിയ ഒരു ഫോൾ വീണ്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നവംബർ 4-ാം തീയതിയിലെ ലോ ലെവൽ കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. 23,819 ഡൗൺ സൈഡിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും നിഫ്റ്റി ഇടിയുകയാണെങ്കിൽ 23,530 200 ഡേ EMA ഉള്ളത് ഈ ലെവലിലാണ്. അത് വളരെ ക്രൂഷ്യൽ ആവാനുള്ള സാധ്യതയാണ് പിന്നീട് കാണുന്നത്. ഇനി ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 23,400 23,300 ലെവലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാവാൻ ഡൗൺ സൈഡിൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ലോവർ ലോ ഫോർമേഷൻ ആണ് നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. ഇപ്പോൾ RSIയും MACDയും എല്ലാം നെഗറ്റീവ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ കാണിച്ചു തരുന്നത് ഷോർട്ട് ടേമിൽ ഇപ്പോഴും നിഫ്റ്റി വീക്കാണ് എന്ന് തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,200 ആണ്. അതിനുശേഷം 24,300 സ്ട്രൈക്കും അതിനുശേഷം 24,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 23,900 സ്ട്രൈക്കിൽ 267% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 917% വർധനവാണ്. അതിശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്.
23,850 സ്ട്രൈക്കിൽ 271% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 1,489% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്. വളരെ ശക്തമായൊരു ഷോർട്ട് ബിൽഡപ്പ്. അടുത്തത് 23,980 സ്ട്രൈക്കിൽ കോൾ സൈഡിൽ 242% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 1,815% വളരെ വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,158 719 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ലോവർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. കൂടാതെ ഇന്നലെ നല്ലൊരു വീക്ക്നെസ് കൂടി കണ്ടത് 100 ഡേ EMAക്ക് താഴെയായിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണുള്ളത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലുള്ള ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 50,700 വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുമോ അതോ ഇവിടെ നിന്നും ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ബാങ്ക് നിഫ്റ്റിയുടെ 52,000 അതിനുശേഷം 51,500 സ്ട്രൈക്കും അതിനുശേഷം 51,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,500 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,300 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,500. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 2 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്നലെ ഇന്ത്യ വിക്സ് ഉയർന്നു. 14.59 2.24% ഉയർന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 3,024 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ അവരുടെ ബൈയിങ് വീണ്ടും കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നലെ 1,854 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തിരിക്കുന്നത്. അതായത് DISന്റെ ബൈയിങ് ഇപ്പോൾ 1,700 മുതൽ 2,100 കോടിക്ക് ഇടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ബൈ ചെയ്യുന്നത് US മാർക്കറ്റിലേക്ക്. ഒടുവിൽ അങ്ങനെ US പോസ്റ്റ് ഇലക്ഷൻ റാലി ഇന്നലെ അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ വാൾസ്ട്രീറ്റിലെ 3 ഇൻഡെക്സുകളും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.86% ഇടിഞ്ഞു. S&P 500 0.29%, നാസ്ഡാക്ക് 0.09% ഇടിഞ്ഞു. പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദിഷ്ട നികുതി ഇളവുകളും നിയന്ത്രണ നയങ്ങളും നിക്ഷേപകർ ഇക്വിറ്റിയിൽ ഉത്തേജനം നൽകും എന്നതിനാലാണ് നവംബർ 5 US പ്രസിഡൻഷ്യൽ ഇലക്ഷന് ശേഷം US ഓഹരികൾ റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ചുയർന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് US ഭരണകൂടത്തിന്റെ നയങ്ങൾ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ട്രംപിൽ നിന്നുള്ള വർദ്ധിച്ച താരിഫ് ആഗോള വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പോളിസി മേക്കർമാർ മുന്നറിയിപ്പ് നൽകിയതിനാൽ യൂറോപ്യൻ ഓഹരികൾ ഇന്നലെ 2% നഷ്ടമുണ്ടാക്കി. ട്രംപ് അധികാരത്തിലെത്തിയതോടെ നിരവധി സ്റ്റോക്കുകൾക്കാണ് നേട്ടമുണ്ടായത്. പ്രത്യേകിച്ച് ടെസ്ല ഇലക്ഷന്റെ അന്ന് മുതൽ ഏകദേശം 40% നേട്ടമുണ്ടാക്കി. ഇന്നലെ സ്റ്റോക്ക് ഏകദേശം ഒരു 6% ഇടിയുകയുണ്ടായി. ഇനി ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഡാറ്റകളാണ് പുറത്തു വരാനിരിക്കുന്നത്. ഒന്ന് ബുധനാഴ്ചത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, പിന്നീട് വ്യാഴാഴ്ചത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഡാറ്റയും പുറത്തു വരാനുണ്ട്. ഇന്നലെ S&P 500 ഇൻഡസ്ട്രി സെക്ടറും മെറ്റീരിയൽസും ഹെൽത്ത് കെയറുമാണ് കൂടുതലായി ഇടിഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് 0.5% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക്സൈഡിൽ ഇൻഫോസിസ് 0.14% ഇടിവാണ് ഉണ്ടാക്കിയത്. വിപ്രോ 1.07% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.18% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 2.69% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 1.60% ഇടിഞ്ഞപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് മാത്രമാണ് പിടിച്ചു നിന്നത്. 1.80% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.05% ഇടിവിലും S&P 500 0.14% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക്. യൂറോപ്പിലെ 3 മാർക്കറ്റുകളും ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 1.24% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 2.77%, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 2.18% ഇടിഞ്ഞത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 2.01% ഇടിഞ്ഞു. ഇന്നലെ അവിടെ മൈനിങ് സ്റ്റോക്കുകളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 4% ഇടിഞ്ഞു. ടെക്നോളജി സ്റ്റോക്കുകൾ ചെറിയ ഒരു നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനി എക്കണോമിക് ഡാറ്റകളിലേക്ക് വന്നാൽ US നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റയും UK നിന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഡാറ്റയുമാണ് ഈ ആഴ്ച പുറത്തു വരാനുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.18% ഇടിവിലാണ്. CAC 0.19% ഇടിവിലും FTSE 0.15% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോഴത്തെ US പോസ്റ്റ് ഇലക്ഷൻ റാലി അവസാനിച്ചതോടെ ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്.
ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാം. 23,896 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് 41 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 65 മുതൽ 70 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അതായത് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് 23,800 എന്ന വളരെ ക്രൂഷ്യലായ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും. അവിടെ നിന്നും ഒരു റീബൗണ്ട് ഉണ്ടാകുമോ അതോ കൂടുതൽ ഫോൾ അവിടെ നിന്നും നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഓയിൽ പ്രൈസുകളിലേക്ക്. കഴിഞ്ഞ 2 സെഷനുകളിലെ നഷ്ടത്തിന് ശേഷം ഇന്നലെ ക്രൂഡ് ഓയിൽ നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ 2 സെഷനിൽ നിന്ന് ഏകദേശം 5% ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $71.79 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% ഇടിവിൽ. WTI ഉള്ളത് $68.04 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.12% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.